സാന്ത്വനം വരാനിരിക്കുന്ന ഒരടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നമുക്ക് ഇന്നത്തെ റിവ്യൂലോട്ട് കിടക്കാം. ദേവിയാണെങ്കിൽ ഓരോ ദിവസം ചെല്ലും തോറും വീട്ടിലാകെ പേടിച്ചാണ് നിൽക്കുന്നത്. സത്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞാൽ പിന്നെ ദേവിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ ബാലച്ചനെ കൂട്ടുപിടിച്ച് പല കാര്യങ്ങളും ദേവി അവിടെ ചെയ്തെടുക്കുന്നുണ്ട്. അമ്മയുടെ ഉപദേശം കേട്ട് പല രീതിക്കും ആനന്ദിനെ കയ്യിലെടുക്കാനും നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ദേവിയെ ശ്രീകല വിളിക്കുന്നുണ്ട്. അമ്മ ഫോൺ വിളിക്കുമ്പോൾ ദേവി മാറി നിന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ആരും കേൾക്കാത്ത രീതിയിലാണ് പലപ്പോഴും ദേവി ഫോണിലൂടെ സംസാരിക്കുക. അങ്ങനെ മാറി നിന്ന് ദേവി സംസാരിക്കുകയാണ്. എന്താ അമ്മേ, എന്താ കാര്യം? മോളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറ അമ്മേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോളെ, നമ്മളിപ്പോൾ താമസിക്കുന്ന വീട് ഏത് നിമിഷവും ഇറങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയാ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു കരുതിയിട്ടാ ഇവിടെ നിൽക്കുന്നേ? അമ്മ എന്താ പറയുന്നേ? ഞാൻ എന്ത് ചെയ്യാനാ? അച്ഛന് ഓരോരോ കടം വരുത്തി വെച്ചതിന് ഞാൻ ഇനി എന്ത് ചെയ്യാനാ അമ്മേ? മോളെ, നീ അങ്ങനെയൊന്നും പറഞ്ഞ് കൈ ഒഴിയല്ലേ. അമ്മയ്ക്ക് ഇപ്പൊ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. മോളൊരു കാര്യം ചെയ്യേ, ആനന്ദിനോട് പറഞ്ഞ് എനിക്ക് കുറച്ച് പൈസ വാങ്ങിച്ചതാ. നല്ല ആളാ. ആനന്ദേട്ടൻ്റെ കയ്യിൽ പോലും 10 രൂപ എടുക്കാനില്ല. അക്കാര്യം അമ്മയ്ക്ക് അറിയോ? എന്താ നീ പറയുന്നേ? അവൻ ജോലിക്ക് പോകുന്നില്ലേ? പിന്നെ അവന്റെ കയ്യിൽ പൈസ ഇല്ലാതിരിക്കോ? അമ്മയ്ക്ക് എല്ലാം അറിഞ്ഞു വെച്ചിട്ട് എന്തിനാ എന്നോട് ചോദിക്കുന്നേ? അമ്മയ്ക്ക് അറിയുന്നതല്ലേ ആനന്ദേട്ടൻ ജോലിക്ക് പോകുന്ന പൈസ മുഴുവൻ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതെന്ന്. ബാലച്ചൻ്റെ കയ്യിൽ കൃത്യമായിട്ട് മാസാവസാനം അത് ഏൽപ്പിക്കും. അന്ന് നീ പറഞ്ഞു, അന്ന് ഞാൻ പറഞ്ഞതല്ലേ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം, പൈസ മൊത്തം നിന്റെ കയ്യിൽ ഏൽപ്പിക്കണം എന്നൊക്കെ. ഇതുവരെ നീ അത് ചെയ്തില്ലേ? അമ്മയ്ക്കങ്ങ് പറഞ്ഞാൽ മതി. ഇവിടെ നടന്നു പോകുന്നത് എനിക്കല്ലേ അറിയൂ. അച്ഛനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ആനന്ദേട്ടനൊന്നും ചെയ്യില്ല. നീ ഇങ്ങനെ നടന്നോ. എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് ഒരു 50,000 രൂപ കിട്ടിയേ പറ്റൂ മോളെ. മോളെ എന്തെങ്കിലും ചെയ്തിട്ട് എനിക്ക് ആ പൈസ ഒന്ന് എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചതാ. ആനന്ദേട്ടൻ്റെ കയ്യിൽ 50,000 രൂപയോ? അമ്മ എന്താ പറയുന്നേ? എന്ത് കണ്ടിട്ട് അമ്മ എന്നോട് ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വീട്ടിൽ ജീവിച്ചു പോകുന്നത് തന്നെ വലിയ കാര്യമെന്ന് കരുതിയിട്ടാ ഞാൻ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നേ. എന്നോടാണോ അമ്മ ഇതൊക്കെ ചോദിക്കുന്നേ? മോളെ, പിന്നെ ഞാൻ ആരോട് ചോദിക്കാനാ? അത്യാവശ്യ കാര്യമായി പോയി. അച്ഛൻ നാട് മുഴുവൻ കടം വാങ്ങിച്ചിരിക്കുക. ഇനി ആരോടും ചോദിക്കാനില്ല. അതുകൊണ്ടാ ഞാൻ മോളോട് ചോദിച്ചേ. മോളൊരു കാര്യം ചെയ്യേ, ബാലച്ചൻ്റെ കയ്യിലുണ്ടാവുമല്ലോ, എങ്ങനെയെങ്കിലും എടുത്തിട്ട് താ. അമ്മ ഇത്ര സിമ്പിളായിട്ട് എങ്ങനെയൊക്കെ പറയുന്നേ? എനിക്ക് വയ്യമ്മേ, എനിക്ക് പേടിയാ. ഒരു പ്രശ്നം വന്നാൽ പിന്നെ പല ചോദ്യങ്ങളാ. എനിക്ക് പേടിയമ്മേ. അമ്മ എന്നെ നിർബന്ധിക്കല്ലേ. മോള് കൈയൊഴിഞ്ഞാ ഈ അമ്മ എന്ത് ചെയ്യാനാ? അത്യാവശ്യമായ കാരണാ ഞാൻ മോളോട് ചോദിച്ചേ. അങ്ങനെ ദേവി ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട്. ഈ അമ്മ എന്താ എന്നെ എങ്ങനെ സങ്കടപ്പെടുത്താനായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നേ? ഞാനും ഇവിടെ ആകെ കഷ്ടപ്പെട്ടാ ജീവിക്കുന്നേ. അപ്പോഴാ അമ്മയുടെ കുറച്ച് പൈസ. അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് ദേവി ഇരിക്കുന്നുണ്ട്. അമ്മ പൈസ ചോദിച്ച സങ്കടത്തില് ദേവി റൂമിൽ തന്നെ ഇരിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് അത് കൊടുക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് ദേവിയുടെ മനസ്സിലുണ്ടായിരിക്കും. എന്ത് ചെയ്യാനാ എന്നൊക്കെ ആലോചിച്ച് ദേവി ഇരിക്കുന്നു. അപ്പോഴാണ് ഗോമതി റൂമിലോട്ട് വരുന്നത്. ദേവി, നീ എന്താ അടുക്കളയിലോട്ട് വരാത്തെ? അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് മാറാത്ത പെൺകുട്ടിയാ. ഇതിപ്പോ എന്തു പറ്റി? എന്തെങ്കിലും വയ്യായുണ്ടോ? ഇല്ലമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിന്റെ മുഖം കണ്ടാലറിയാം എന്തോ പ്രശ്നമുണ്ട്. സത്യം പറ, നിനക്ക് എന്താ സങ്കടം പോലെ? ഇല്ലമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ വിശ്വസിച്ചു. എന്നാ നടക്ക്, നമുക്ക് ഭക്ഷണം കഴിക്കാം. മിത്ര അവിടെ കാത്തിരിക്കുക. അങ്ങനെ ദേവിയെ കൂട്ടി ഭക്ഷണം കഴിക്കാനായിട്ട് ചെല്ലുന്നു. ദേവിയുടെ മുഖം കാണുമ്പോൾ മിത്രയും ചോദിക്കുന്നുണ്ട്, അല്ല ചേച്ചിക്ക് എന്താ ഒരു വിഷമം? ഏയ് ഒന്നുമില്ല. വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിരുന്നു. അമ്മയ്ക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞു. അതിനാണ് വിഷമിച്ചിരിക്കുന്നേ. ചേച്ചിക്ക് എപ്പോൾ വേണേ പോവാലോ. ഇനിയിപ്പോ ഇന്ന് അമ്മയെ കാണണമെന്ന് തോന്നിയാലും ചേച്ചിക്ക് വേഗം പോയി വരാം. അതുമല്ല, ചേച്ചിയെ കാണണമെങ്കിൽ അവർക്ക് ഇങ്ങോട്ടും വരാലോ എന്നൊക്കെ മിത്ര പറയുന്നുണ്ട്. അതെ, എന്തിനാ ദേവി നീ അതൊക്കെ ഓർത്ത് സങ്കടപ്പെടുന്നേ? നീ ഭക്ഷണം കഴിക്കേ. അങ്ങനെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ആ സമയത്താണ് ബാലൻ കയറി വരുന്നത്. അപ്രതീക്ഷിതമായിട്ട് ബാല ഉച്ചയ്ക്ക് വരുന്നത് കാണുമ്പോൾ ഗോമതി എഴുന്നേറ്റ് കൊണ്ട് ചോദിക്കുന്നുണ്ട്, ആ ബാലേട്ടനോ? ബാലേട്ടൻ എന്താ ഈ നേരത്ത്? ബാലേട്ടനുള്ള ഭക്ഷണം ഞാൻ ധർമ്മന്റെ കയ്യിൽ കൊടുത്തു വിട്ടതാണല്ലോ, എന്തു പറ്റി എന്ന് ചോദിക്കാം. എനിക്ക് ഈ വഴി വരേണ്ട ഒരാവശ്യമുണ്ടായിരുന്നു. അത് കുറി കിട്ടിയ പൈസയാ. അത് നിന്നെ ഏൽപ്പിക്കാന്ന് കരുതി. ബാലേട്ടൻ ഭക്ഷണം കഴിച്ചതാണോ? ഇല്ല, പോയിട്ട് വേണം കഴിക്കാൻ. എന്നെ ബാലേട്ടനൊരു കാര്യം ചെയ്യേ, ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പം പിന്നെ അങ്ങോട്ട് കൊടുത്തുവിട്ട ഭക്ഷണം വേസ്റ്റായി പോവില്ലേ? അതുകൊണ്ട് അത് ഞാൻ പോയി കഴിച്ചോളാം. നീ പൈസ എടുത്ത് വെച്ചാൽ മതി എന്നും പറഞ്ഞ് മേശപ്പുറത്ത് പൈസ കൊണ്ടുവയ്ക്കുന്നുണ്ട്.
ഇത് കാണുമ്പോൾ ദേവിക്ക് തോന്നുന്നുണ്ട് ഈ പൈസയിൽ നിന്ന് കുറച്ച് പൈസ അമ്മയ്ക്ക് എടുത്തു കൊടുത്താലോ എന്ന്. അങ്ങനെ ദേവിയുടെ മനസ്സ് ഒരു നിമിഷം ഇങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. ഭക്ഷണം കഴിക്കല് കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം എടുത്ത് ഗോമതി അടുക്കളയിലോട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് മേശപ്പുറത്ത് ആ പൈസ ഇരിക്കുന്നുണ്ട്. ഒരു കെട്ടാണ് ഇരിക്കുന്നത്. ഇത് കാണുന്ന ദേവിയുടെ മനസ്സ് വീണ്ടും വീണ്ടും പതറിപ്പോവാണ്. എന്നാ ദേവിയും പാത്രം എടുത്ത് അടുക്കളയിലോട്ട് പോകുന്നു. അങ്ങനെ തിരികെ എത്തുന്ന സമയത്ത് വീണ്ടും പൈസ മേശപ്പുറത്തിരിക്കുമ്പോൾ ദേവി പറയുന്നുണ്ട് ഗോമതിയുടെ അടുത്ത്, അമ്മേ പൈസ അച്ഛൻ കൊണ്ടിവിടെ വെച്ചിരിക്കുക, അമ്മ ഇത് സൂക്ഷിച്ച് എടുത്തു വെക്കാൻ നോക്ക് എന്നും പറഞ്ഞ് ദേവി അവിടെ നിന്ന് പോകുന്നുണ്ട്. ദേവിയുടെ മനസ്സിൽ അമ്മ ചോദിച്ച പൈസ എങ്ങനെയെങ്കിലും കൊടുക്കണം എന്ന് മാത്രമേ ഉണ്ടായിരിക്കൂ. അങ്ങനെ പിന്നീട് ഗോമതിയും മിത്രയും ചേർന്ന് അമ്പലത്തിലോട്ട് പോവാണെന്ന് പറയുന്നു. അങ്ങനെ ദേവിയെയും വിളിക്കുന്നുണ്ട്. മോളെ ദേവി, നീ കൂടെ വാ, നമുക്ക് 3 പേർക്കും പോയിട്ട് വേഗം ഇങ്ങ് വരാം. മീനുവും അതുപോലെ കടയിൽ നിന്നും എല്ലാവരും വരുന്നതിന് മുൻപേ വേഗം തൊഴുതു വരാമെന്നാ കരുതുന്നേ. അമ്മേ എനിക്ക് തീരെ വയ്യ, നല്ല തലവേദന. ഇപ്പം അമ്പലത്തിലോട്ട് വന്നാൽ അത് ശരിയാവില്ല. ആണോ? എന്ന് നീ ഇവിടെ റെസ്റ്റ് എടുക്ക്. വൈകിട്ടത്തേക്ക് ഇന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നേ. എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പരത്തിന്ന് ചുട്ടാൽ മാത്രം മതി. കറിയെല്ലാം റെഡിയാ. നീ ഇനി തലവേദനയായിട്ടും അടുക്കളയിൽ കയറി ജോലിയൊന്നും ചെയ്യണ്ട, റെസ്റ്റ് എടുക്കാൻ നോക്ക്. ശരി ചേച്ചി, ഞങ്ങൾ പോയി വരാമെന്നും പറഞ്ഞ് മിത്രയും ഗോമതിയും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അവരിറങ്ങുന്നതും ഇത് തന്നെയാ നല്ല അവസരമെന്ന് ദേവി കരുതുന്നു. അങ്ങനെ ബാലന്റെയും ഗോമതിയുടെയും റൂമിലോട്ട് ദേവി കയറുന്നുണ്ട്. അലമാര ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ അലമാര തുറക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. ഉള്ളിൽ കുറ്റബോധം ഉണ്ടെങ്കിലും ചാവി തിരയുന്നുണ്ട് ദേവി. അങ്ങനെ ബെഡിനടിയിൽ നിന്ന് ചാവിയും കിട്ടുന്നു. അലമാര തുറന്നു കഴിയുമ്പോൾ ആഭരണങ്ങളും പൈസയും ഒക്കെ അലമാരയിൽ ധാരാളം ഉണ്ടായിരിക്കും. അതിൽ നിന്ന് അമ്മ പറഞ്ഞ പ്രകാരം 50,000 രൂപ എടുക്കുന്നുണ്ട്. അങ്ങനെ ദേവി ആ പൈസയും എടുത്ത് റൂമിലോട്ട് പോകുന്നു. അങ്ങനെ റൂമിലെത്തിക്കഴിഞ്ഞിട്ടും ദേവിക്ക് കൈയും കാലും വര നിൽക്കുന്നുണ്ടായിരിക്കില്ല. എന്തായാലും അമ്മയ്ക്ക് അത്യാവശ്യമല്ലേ, കാര്യം വിളിച്ച് പറയാമെന്ന് കരുതി ശ്രീകലയ്ക്ക് നമ്മുടെ ദേവി ഫോൺ ചെയ്യുന്നുണ്ട്. ശ്രീകല ഫോൺ എടുക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത്, മോളെ പൈസ റെഡിയായോ? അത്യാവശ്യ കാര്യം മോളെ, അതുകൊണ്ടാ ഈ അമ്മ ചോദിക്കുന്നേ. അമ്മേ പൈസയൊക്കെ റെഡി ആയിട്ടുണ്ട് മോളെ. ഇപ്പോഴമ്മയ്ക്ക് സമാധാനമായത്. ആകെ ടെൻഷൻ അടിച്ചായിരുന്നു അമ്മയും അച്ഛനും ഇരിക്കുന്നേ. എന്തായാലും മോൾക്ക് പൈസ കിട്ടിയല്ലോ. അമ്മ ഒരു കാര്യം ചെയ്യ്, എത്രയും വേഗം ഇതിവിടുന്ന് വന്ന് എടുത്തോണ്ട് പോ. അല്ലെങ്കിൽ ആനന്ദേട്ടൻ എൻ്റെ കയ്യിൽ ഈ പൈസ കണ്ടാൽ പിന്നെ അത് മതി. ശരി മോളെ, അമ്മ എന്തായാലും ഇപ്പം അങ്ങോട്ട് വരാം. അമ്മയും അച്ഛനും കൂടെ ആ പൈസ വന്ന് വാങ്ങിച്ചു പൊക്കോളാം. അതിനി സംശയമാവോ അമ്മേ? ഒരു സംശയമാവില്ല. അവിടെ ഇപ്പം ആരാ ഉള്ളത്? ഇവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മയും ഇത്രയും അമ്പലത്തിലോട്ട് പോയിരിക്കാം. എന്നാ ഇത് തന്നെയാ നല്ല അവസരം, ഞങ്ങൾ ഇപ്പം തന്നെ വരാം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഉദയഭാനുവിൻ്റെ അടുത്ത് ശ്രീകല പറയുന്നുണ്ട്, നിങ്ങളൊന്ന് വേഗം റെഡി ആയിക്കേ, നമുക്കിപ്പം തന്നെ മോളുടെ അടുത്തോട്ട് പോകണം. അവൾ പറഞ്ഞത് പൈസ റെഡിയായിട്ടുണ്ടെന്നാ, അത് വാങ്ങിക്കാനായിട്ടാ. ഇത് കേൾക്കുന്നതും ഉദയഭാനു വേഗം തന്നെ ഡ്രസ്സെല്ലാം മാറ്റി ദേവിയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. ദേവിയാണെങ്കിലോ ആകെ പേടിച്ചാണ് ഇരിക്കുന്നത്. ഈ സമയത്ത് ആരെങ്കിലും വന്ന് ഇത് കണ്ടാല് പിന്നെ കാര്യമൊക്കെ പോയില്ലേ. അതുകൊണ്ട് അങ്ങനെ വേഗം തന്നെ ഉദയഭാനുവും ശ്രീകലയും വീട്ടിലോട്ട് കയറി വരുന്നുണ്ട്. അമ്മയുടെ കൈയും പിടിച്ച് വേഗം തന്നെ റൂമിലോട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ അരിച്ചരിച്ച് വരല്ലേ, ആരെങ്കിലും വന്ന് കണ്ടാല് പിന്നെ ഈ നാടകമൊന്നും നടക്കില്ലേ. അങ്ങനെ വേഗം തന്നെ പൈസ എടുത്ത് ശ്രീകലയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ശ്രീകലയ്ക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ പൈസ ബാഗിലെടുത്ത് വെക്കുന്നു. അമ്മേ ഇവിടെ വന്നിരിക്കെ, ഇനി അമ്മയോടൊരു കാര്യം പറയാനുണ്ട്. ഇതെങ്ങനെയാണ് എടുത്തതെന്ന് അമ്മയ്ക്ക് അറിയോ? ബാലച്ചൻ കുറി കിട്ടിയ പൈസ ഇവിടെ കൊണ്ടുവച്ചതാ. ഇവരെല്ലാവരും പോയ സമയത്ത് ഞാൻ എടുത്തതാ. അമ്മേ എൻ്റെ കൈയും കാലം വരച്ചിട്ട് വയ്യ. ബാലച്ചനെങ്ങാനും അറിഞ്ഞാൽ ഉറപ്പായിട്ടും അതാരെ എടുത്തതെന്ന് കണ്ടുപിടിക്കില്ല മോളെ. അതിനു മുൻപേ പൈസ മോൾക്ക് തിരിച്ചു കിട്ടിയാൽ പോരെ, അതമ്മ എങ്ങനെയെങ്കിലും കൊണ്ടുതരാം എന്ന് ശ്രീകല പറയുന്നു. ഉദയഭാനു പറയുന്നുണ്ട്, ദേ ശ്രീകലെ, നമുക്ക് ചായ കുടിച്ച് പോയാൽ പോരെ, നിനക്കെന്താ ഇത്ര ധൃതി? അതെ, ചായ കുടിച്ച് ഇന്നിവിടെ നിന്നിട്ട് പോവാം. മര്യാദയ്ക്ക് എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ദേഷ്യത്തിൽ ശ്രീകല പറയുന്നു. എന്നാ ശരി മോളെ, ഞങ്ങൾ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് ശ്രീകലയും ഉദയഭാനുവും ഇറങ്ങാൻ നേരത്ത് മിത്രയും ഗോമതിയും അമ്പലത്തിൽ നിന്ന് തിരികെ എത്തുന്നുണ്ട്. ഇവരെ കാണുന്നതും ദേവി ഒന്ന് ഞെട്ടുന്നുണ്ട്. ദേവി മാത്രമല്ല, ശ്രീകലയും ഉദയഭാനുവും ഞെട്ടുന്നു. ഇവരെ കാണുന്നതും ഗോമതി വന്ന് ചോദിക്കുന്നുണ്ട്, ആഹാ, ദേവിമോളുടെ അച്ഛനും അമ്മയോ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ, എന്തു പറ്റി? ഇന്നിപ്പോൾ മോള് പറഞ്ഞേ ഉള്ളൂ,
അച്ഛനെയും അമ്മയെയും കാണാൻ തോന്നുന്നുണ്ടെന്ന്. അപ്പോഴേക്കും നിങ്ങൾ ഇങ്ങോട്ടെത്തിയോ? അത് പിന്നെ മോളെ കാണാൻ കുറച്ച് നാളായി ഞങ്ങൾ കൊതിക്കുന്നു. ഇങ്ങോട്ട് വരാൻ സമയം കിട്ടണ്ടേ? ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വലിയ തിരക്കില്ല എന്ന് ഉദയഭാനു തട്ടിവിടുന്നുണ്ട്. അതെ അതെ, ഇന്നിപ്പോൾ മോളെ വിളിച്ചപ്പോൾ മോൾക്ക് നല്ല തലവേദനയാണെന്നും പറഞ്ഞു. അപ്പം പിന്നെ അവളെ കാണാനായിട്ടൊന്ന് വന്നതാ. പെട്ടെന്ന് പോണം, കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ടാ ഞങ്ങൾ ഇറങ്ങുന്നേ. അങ്ങനെ പോയാലോ? മോളെ ദേവി, ചായ കൊടുത്തില്ലേ? വേണ്ട വേണ്ട, ചായയൊന്നും വേണ്ട, ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ടാ. ഇറങ്ങട്ടെ മോളെ മിത്രേ. ശരിയെന്നും പറഞ്ഞ് ഉദയഭാനുവും ശ്രീകലയും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഈ സമയത്ത് മീനുവും കയറി വരുന്നുണ്ട്. മീനുവിനോടും യാത്ര പറഞ്ഞ് ഉദയഭാനുവും ശ്രീകലയും പോകുന്നു. മീനു വന്ന് ദേവിയോട് ചോദിക്കുന്നുണ്ട്, ആ ചേച്ചി, അച്ഛനും അമ്മയും എപ്പോൾ വന്നതാ? കുറേ നേരമായോ? ഇല്ല, അവരിപ്പോൾ വന്നേ ഉള്ളൂ. എന്തായാലും സംസാരിക്കാൻ സമയം കിട്ടിയില്ല, അതിനി പിന്നീട് ദിവസം വരുമ്പോൾ ആവാം എന്ന് ദേവി പറയുന്നു. ഹൗ, രക്ഷപ്പെട്ടു, ആർക്കും ഒരു സംശയമില്ല എന്ന് ദേവി ഇങ്ങനെ മനസ്സ് കരുതുന്നു. ദേവി അങ്ങനെ സമാധാനിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാലൻ വൈകിട്ട് വരുന്നത്. വൈകിട്ട് വരുന്ന സമയത്ത് ദേവിയോട് ചോദിക്കുന്നുണ്ട്, മോളെ ദേവി, ഇന്ന് ഗോമതി എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് വീട്ടിൽ പോകാൻ ആഗ്രഹമുണ്ടെന്ന്. കുറച്ച് ദിവസം നീ വീട്ടിലോട്ട് പൊക്കോ, അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ കുറച്ച് ദിവസം നിൽക്ക്. അമ്മയും അച്ഛനും ഇന്ന് എന്നെ കാണാനായിട്ട് വന്നിരുന്നു. ആണോ? എന്നിട്ട് അവർ വേഗം പോയോ? ആ ബാലച്ച, അവർക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് അവർ വേഗം ഇറങ്ങി എന്ന് ദേവി പറയുന്നുണ്ട്. അങ്ങനെ ഗോമതിയുടെ അടുത്ത് ബാലൻ പറയുന്നു, ദേ ഗോമതി, ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ നിനക്ക് എടുത്തു വെക്കാൻ തന്നില്ലേ ആ പൈസ, അതിങ്ങ് എടുത്തു വന്നേ. എന്താ ബാലേട്ടാ, അത്യാവശ്യം വല്ലതും ഉണ്ടോ? കടയിലോട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം, അതിൽ നിന്ന് കുറച്ച് പൈസ എടുക്കാനായിട്ടാ. ശരി ബാലേട്ടാ, ഞാൻ ഇപ്പം എടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് ഗോമതി റൂമിലോട്ട് പോകുമ്പോൾ ദേവിക്ക് ടെൻഷൻ കൊണ്ട് തല കറങ്ങി വീഴുമെന്നുള്ള അവസ്ഥയിലായിരിക്കും. ഗോമതി അങ്ങനെ പണവും എടുത്ത് ബാലൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. ബാലനാണെങ്കിൽ അത് തുറന്നു നോക്കി അതിൽ പൈസ കുറവ് കണ്ടാൽ ഉറപ്പായിട്ടും പ്രശ്നം ഉണ്ടാവുമല്ലോ. ഈ സമയത്ത് ആകാശും അതുപോലെ ധർമ്മനും ആര്യനും എല്ലാവരും വീട്ടിലുണ്ടായിരിക്കും. പൈസ എണ്ണുന്ന സമയത്ത് ബാലന് പൈസ കുറവുള്ള പോലെ തോന്നുന്നു. ഒന്നും കൂടെ കറക്റ്റായിട്ട് എണ്ണുന്നുണ്ട്. 50,000 രൂപയുടെ കുറവുണ്ടെന്ന് ബാലൻ പറയുന്നു. ഇത് കേട്ട് ഗോമതി ഞെട്ടുന്നുണ്ട്. എന്താ ബാലേട്ടാ, ഇന്ന് ഉച്ചയ്ക്കാ ബാലേട്ടൻ പൈസ തന്നത്, അത് അതുപോലെ ഞാൻ അലമാരയിൽ കൊണ്ടുവച്ചു. ഇപ്പോഴാണ് ഞാനത് എടുക്കുന്നേ, പിന്നെ എങ്ങനെയാ അതിൽ നിന്ന് പൈസ കുറയുന്നേ? എന്തായാലും ഇതിൽ നിന്ന് 50,000 രൂപ കാണാതായിട്ടുണ്ട്. ആരെടുത്താലും സത്യം പറയുന്നതാ നല്ലത്. ആരെടുക്കാനാ ബാലേട്ടാ? ഇവരൊക്കെ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. സത്യം പറ ആര്യ, നീയല്ലേ ഈ പൈസ എടുത്തത്? ഇത് കേൾക്കുന്ന മിത്ര ചോദിക്കുന്നുണ്ട്. എന്തിനാങ്കിലേ ഇങ്ങനെയൊക്കെ പറയുന്നേ? ആരും പൈസയൊന്നും എടുക്കില്ല, വെറുതെ ചുമ്മാ അവനെ കള്ളനാക്കണ്ട. ആര്യനും പറയുന്നുണ്ട്, ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നിട്ട് പോലുമില്ല, പിന്നെ എങ്ങനെയാ ഞാൻ ഈ പൈസ എടുക്കുന്നേ? അച്ഛൻ ഇങ്ങനെ പൈസ ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ള കാര്യം പോലും എനിക്കറിയില്ല. വെറുതെ എന്നെ കുറ്റക്കാരനാക്കണ്ട. ഈ വീട്ടിൽ ആരൊക്കെ ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ വീട്ടിൽ നിന്ന് പൈസ പോകണമെങ്കിൽ അത് ഇവൻ തന്നെ എടുക്കും. എന്തിനാ ബാലേട്ടാ ആരെയും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ? ആരും ഇന്ന് വന്നിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, എന്നിട്ടും എന്തിനാ അവൻ എങ്ങനെ കുറ്റപ്പെടുത്തുന്നേ എന്ന് ഗോമതി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ദേവി ആകെ വെട്ടി വേർക്കുന്നുണ്ട്. ബാലേട്ടൻ ഈ പൈസ കൊണ്ടുതരുമ്പോൾ ഞാനും മിത്രയും ദേവിമോളും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാനും മിത്രയും അമ്പലത്തിലോട്ട് പോയി. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നത് ദേവിയാ. ദേവിക്ക് തലവേദന ആയ കാരണാ അവൾ അമ്പലത്തിലോട്ട് വരാതിരുന്നേ. പോയി തിരിച്ചു വരുന്ന സമയത്ത് മോളുടെ അച്ഛനും അമ്മയും ഇവിടെ വന്നു, അല്ലാണ്ട് വേറെ ആരും ഇവിടെ ഉണ്ടായിട്ടില്ല. ബാലേട്ടനെ തെറ്റിയതായിരിക്കും. ദേ ഗോമതി, പൈസയുടെ കാര്യത്തിൽ എനിക്കൊരു തെറ്റും പറ്റില്ല. ഇതിൽ 2 ലക്ഷം രൂപയുണ്ടായിരുന്നു, ഇപ്പോൾ 1.5 ലക്ഷം രൂപയുള്ളൂ. സത്യം പറയുന്ന നല്ലത്. ഇത് കേട്ട് ആകെ ഞെട്ടിയാണ് ദേവി നിൽക്കുന്നത്. ദേവിയുടെ മുഖത്തെ പതർച്ച കണ്ട് ആനന്ദ് ചോദിക്കുന്നുണ്ട്, ദേവി നിനക്കെന്താ പറ്റിയേ? അത് പിന്നെ ആനന്ദേട്ടാ, സത്യം പറ, നീ ആ പൈസ എടുത്തോ എന്ന് ആനന്ദ് എല്ലാവർക്കും മുൻപിൽ വെച്ച് ചോദിക്കുകയാണ്. ദേവിയുടെ എക്സ്പ്രഷനും കാര്യങ്ങളും അങ്ങനെയായിരിക്കും. ഇത് കേട്ട് ബാലൻ പറയുന്നുണ്ട്, ദേ ആനന്ദേ, മോൾക്കെന്തിനാ പൈസ? അവളൊന്നും ആ പൈസ എടുക്കില്ല. എന്നാ ദേവി അങ്ങ് പൊട്ടിക്കരയുന്നുണ്ട്. ബാലച്ച, ആ പൈസ ഞാൻ തന്നെ എടുത്തേന്ന്. ഇത് കേട്ട് ബാലൻ നിന്ന് ഞെട്ടുന്നു. ബാലൻ ദേവിയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോൾ എന്താ പറഞ്ഞേ? അത് ഞാൻ തന്നെയാ ആ പൈസ എടുത്തത്. നീ എടുത്തെന്നോ? നീ എന്തിനാ ആ പൈസ എടുത്തത്? അത് ഒരാവശ്യം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനത് എടുത്തത്. എന്നോട് ക്ഷമിക്കണം. ആനന്ദിന് ദേഷ്യം സഹിക്കാനാവുന്നുണ്ടായിരിക്കില്ല. നീ എടുത്തെന്നോ? ഈ വീട്ടിൽ ഒരു 10 രൂപ അച്ഛനോട് ചോദിക്കാതെ ഇവിടെ ആരും എടുക്കില്ല. അപ്പോഴാ നീ ഇത്രയും വലിയ തുക എടുത്തത്. അച്ഛ, ഇവളെ വെറുതെ വിടരുത്. ഇവളുടെ സ്വഭാവം
ഇനിയും നന്നാക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്കിങ്ങനൊരു ഭാര്യയുടെ ആവശ്യമില്ല എന്ന് ആനന്ദ് പറയുന്നു. ബാലന് ഒന്നും പറയാനാവാതെ നിൽക്കുന്നുണ്ട്. പൊട്ടിക്കരയുന്നുണ്ട് ആനന്ദ് അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അങ്ങനെ ശ്രീകലയെയും അതുപോലെ ഉദയഭാനുവിനെയും ഗോമതി വിളിച്ചു വരുത്തുന്നുണ്ട്. ഇത്രയും നേരം എൻ്റെ ആര്യനെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് നീ എന്തെങ്കിലും തുറന്നു പറഞ്ഞോ? എന്തായാലും നിന്നെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആ പൈസ എന്ത് ചെയ്തു, ആർക്ക് കൊടുത്തു എന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്നും പറഞ്ഞാണ് ഉദയഭാനുവിനെയും ശ്രീകലയെയും വിളിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ ബാക്കി റിവ്യൂ വരാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.